സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശ്രതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരുവൃഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ അന്ധഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 70ാമത്തെ ദശകത്തിൽ 6 ശ്ലോകം നമ്മൾ പറഞ്ഞു വെച്ചു. അരിഷ്ടാസുരൻ്റെ വരവാണ് തുടങ്ങി വെച്ചത്. ഭോജരാജഭൃത കത്വത കച്ചിൽ കഷ്ടദുഷ്ട പഥദൃഷ്ടിരരിഷ്ട നിഷ്ഠുരാഗത് അപട്ടുനിനാദ തിഷ്ടതേസ്മ ഭവതേ വൃഷരൂപി. സ്വാഗത എന്ന് പറഞ്ഞിട്ടൊരു വൃത്തമാണ് ഇങ്ങനെ ചെല്ലേണ്ടത്. അതിൻ്റെ ചെല്ലൽ അങ്ങനെ വരിക, സ്വാഗത എന്നുള്ള വൃത്തം. ഭോജരാജ ഭൃത കസ്ത്വത കച്ചിത്. ഭോജരാജൻ കംസൻ്റെ ഭൃത്യനായിരിക്കുന്ന അരിഷ്ടൻ എന്നു പേരായിട്ടുള്ള ഒരുവൻ, അവൻ്റെ പേര് അരിഷ്ടൻ എന്നാണ്. അരിഷ്ടൻ എന്നു പേരായിട്ടുള്ള ഒരു അസുരൻ കഷ്ട ദുഷ്ട പഥ ദൃഷ്ടിരരിഷ്ട. മേപ്പത്തൂരിൻ്റെ ആ ഒരു വാക്കിൻ്റെ പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടേക്ക്. കഷ്ടദുഷ്ട പഥ ദൃഷ്ടിരരിഷ്ട നിഷ്ഠുരാകൃതി അപട്ടുനിനാദ തിഷ്ടതേസ്മ ഭവതേ വൃഷരൂപി. ഠ ഠ ഠ ഠ ഠ എന്നാണ് ഒക്കെ. അത് കിട്ടണ്ടേ വാക്കുകൾ ആലോചിച്ചു. കഷ്ടദുഷ്ട പഥ ദൃഷ്ടിരരിഷ്ട. വളരെയേറെ ദ്രോഹങ്ങൾ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് കഠോര പ്രകൃതമായ അരിഷ്ടൻ എന്ന അസുരൻ, അവൻ്റെ നോട്ടം, വാക്ക്, നടത്തം ഒക്കെ അസഹനീയാണ്. ഭൂമിയെ ഇങ്ങനെ വിറപ്പിച്ചും കൊണ്ടാണ്. ദുഷ്ടപഥം, ശീത്തമാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ. ആരെ കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒരു മടിയില്ല. കഴിവുണ്ടല്ലോ, അസുരനാകുമ്പോൾ ശക്തിയുണ്ട്. ആ ശക്തി എന്തിനുപയോഗിച്ചു? മറ്റൊരാളുടെ വേദനയ്ക്കും ഉപദ്രവത്തിനും വേണ്ടി ഉപയോഗിച്ചു. അതാണ് ദുഷ്ടപഥം. ദുഷ്ടപഥത്തിൽ സഞ്ചരിക്കുന്നവൻ. ദൃഷ്ടിരരിഷ്ട, അരിഷ്ടൻ എന്ന് പേരായവൻ. എങ്ങനെ വന്നു? നിഷ്ഠുരാകൃതി അപട്ടുനിനാദ. വളരെ നിഷ്ഠുരമായിട്ടുള്ള ആകൃതി സ്വീകരിച്ചിട്ട് എല്ലാവർക്കും ഭയാനകമാണ്. ഈ കാളകൾ അതിഭയാനകമാണ്. അവർക്ക് ശക്തി വളരെ കൂടിയാന്നാണ് പറയുക. അതാണ് നിലയ്ക്ക് നമ്മൾ ശിവൻ്റെ വാഹനം ശാന്തം എന്നൊക്കെ നമ്മൾ ഭാവന പറയാറുണ്ടെങ്കിലും അങ്ങനെയല്ല, വേറൊരു ഭാവം ഉണ്ട് അവർക്ക്. അതായത് കാള എന്ന് പറയുമ്പോൾ തന്നെ ഈ വരി ഉടയ്ക്കാത്ത കാളകൾക്ക് വളരെ ശക്തി ഉണ്ടാവുന്ന വൃഷഭം എന്നാണ് അതിനെ പറയുക. അടുത്ത സാധാരണ കാള വേറെ, വരി ഉടയ്ക്കാത്ത കാളകൾ ഋഷഭം. അപാര ശക്തിയാണ് അതിനെന്ന് പറയണത്. അതിനോടൊന്ന് എതിർക്കാനൊക്കെ അവയെ ശരിക്കും പറയാച്ചാൽ മെരുക്ക ഒറ്റ വഴിയാത്രേ പ്രയോഗിക്കാറ്. 2 കൊമ്പ് പിടിക്കണം. ആദിക്കും അത് സാധാരണക്കാർക്ക്. കൊമ്പ് പിടിക്കുമ്പോഴേക്ക് തന്നെ തട്ടി നമ്മളെവിടെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ കഴിയുന്ന പറയണം. അതിന് കഴിവുള്ളവരാ പ്രത്യേക രീതിയിൽ പോയിട്ട് ആ 2 കൊമ്പ് പിടിച്ചാൽ പിന്നെ അവർക്ക് വലിയ ഇളക്കം സാധിക്കില്ല അത്രേ. കാളകളുടെ കൊമ്പുമ്പിലാണ് അതിൻ്റെ ശക്തി എന്നാണ് പറയുക. അപ്പോൾ അപാരമായിട്ടുള്ള കൊമ്പുകൾ കുലുക്കി, സാധാരണ കൊമ്പ് പിടിക്കുക, കൊമ്പ് 2 കൂടി പിടിച്ചാൽ അവിടെ നിൽക്കത്രേ. പിടിക്കേണ്ട പോലെ പിടിക്കണം, അല്ലാണ്ട് കാളയെ പിടിക്കാൻ പറ്റില്ല. അപാര ശക്തിയുള്ള കാളകളെ മെരുക്കാൻ കഴിയില്ല എന്നാണ് പറയണം. നിഷ്ഠുരാകൃതി, ഭയപ്പെടുത്തുന്ന സ്വരൂപം. മുമ്പിൽ കണ്ട ചവിട്ടി കഷ്ണാക്കും. നിഷ്ഠുരാകൃതി അപട്ടുനിനാദ, ഭയങ്കര ശബ്ദമുണ്ടാക്കി കാളയുടെ രൂപത്തിൽ അങ്ങയുടെ ഗോകുലത്തിൽ കൃഷ്ണ എത്തിച്ചേർന്നു. ഈ വൃഷഭാസുരൻ കൃഷ്ണനെ അന്വേഷിക്കുകയാണ്. ശാക്വരോധ ജഗദീ ധൃതിഹാരി മൂർത്തിമേഷ ഭൃഗതിം പ്രദധാന
പങ്ക്തിമാശു പരികൂർണ്യ പശൂനാം ഛന്ദസാം നിധിമവാപഭവന്തം. അവിടെയൊക്കെ വാനാർത്ഥം പ്രയോഗിച്ചിരിക്കണമെന്ന് ആലോചിച്ചാൽ വളരെ സുന്ദരമായിരിക്കണു. ജഗതി ധൃതി ഹാരി ഏഷ. ഇതൊക്കെ ഛന്ദസ്സുകളിലത്തെ ചില ഛന്ദസ്സുകളെ പറ്റി പറയുമ്പോൾ ആ പേരാണ് ഈ പറയണത്. ശാക്കുരം, ജഗതി, ധൃതി, ബൃഹതി. ഇത് ചില ഛന്ദസ്സുകളെന്ന് പറയും. വേദത്തിലെ ചില ഛന്ദസ്സുകളാണതൊക്കെ. ശാക്കുരം, ജഗതി, ധൃതി, ബൃഹതി, പങ്ക്തി. ഇനി അതിന് ഒരു ബാഹ്യാർത്ഥമുണ്ട്. അതെന്താ? ജഗതി ധൃതിഹാരി. അതിനർത്ഥമാണ് കേട്ടോ. ലോകത്തിൻ്റെ ജഗതി ലോകം, ജഗത്ത് ലോകമാണല്ലോ. ധൃതി ധൈര്യം, അത് സാധാരണ അർത്ഥം. ധൃതിയെ ഹരിക്കുക, ധൈര്യത്തെ ഇല്ലാണ്ടാക്കുന്നവൻ, ബാഹ്യാർത്ഥം. ലോകത്തെ പേടിപ്പിക്കുന്നവൻ, സിമ്പിളായിട്ടുള്ള അർത്ഥം. കുറച്ചും കൂടി ഗഹനമായിട്ട് അർത്ഥം എടുത്താലോ, ഇവന് അല്പാൽപമായിട്ടുള്ള ചില ഛന്ദസ്സുകളും വേദങ്ങളും വശമുണ്ട്. അസുരന്മാരായാലും വേദങ്ങൾ പഠിച്ചുകൂടാന്നൊന്നുമില്ല, അറിയാം. ചില ആൾക്കാർക്കൊക്കെ അറിയും. വലിയൊക്കെ ചില ആൾക്കാരൊക്കെ വേദ പഠിച്ചവരുണ്ടല്ലോ. അല്പമായിട്ടുള്ള വേദത്തിൻ്റെ ഛന്ദസ്സുകളെ പഠിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ അവൻ എങ്ങനത്തെ അങ്ങയുടെ അടുത്താണ് എത്തിയത്? എല്ലാ വേദങ്ങളുടെയും നിധിയായിട്ടുള്ള അങ്ങയുടെ അടുത്ത് എത്തി. അങ്ങയോടാണ് കളി. സർവ്വവേദത്തിൻ്റെ സ്വരൂപമാണ് ആര്? ഭഗവാൻ, അല്ലേ? സർവ്വവേദ സ്വരൂപനാണ്. അങ്ങനെയുള്ള സർവ്വവേദ സ്വരൂപനായിട്ടുള്ള അങ്ങയുടെ അടുത്തേക്ക് അല്പം ചില വേദം സ്വാധീനാക്കിയും കൊണ്ട് ഞാൻ കേമനാണ് എന്ന് വിചാരിച്ചു വന്നു. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ശാക്വരോത ജഗതി ധൃതിഹാരി. ഇവിടെ ശാക്വരം എന്ന് പറഞ്ഞാൽ ദുഷ്ടമായിട്ടുള്ള കാള, ദുഷ്ടനായിട്ടുള്ള കാള. അനവധി ആളെ ചവിട്ടിയിട്ടും കുത്തിയിട്ടും വധിച്ചിട്ടും ദ്രോഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ശാക്വര, ദുഷ്ടമായിട്ടുള്ള കാള. ആ കാള, ഈ ശാക്വരം എന്ന് പറഞ്ഞാൽ ഒരു ഛന്ദസ്സുമാണ്. അങ്ങനെയൊക്കെ വിവിധാർത്ഥങ്ങൾ വരും. ശാക്വരോധ ബൃഹതി ധൃതിഹാരി മൂർത്തിമേഷ ബൃഹതിം പ്രദദാന. ദുഷ്ടനായിട്ടുള്ള കാള ലോകത്തിനെ മുഴുവനും പേടിപ്പിച്ചുകൊണ്ട്, ഒരർത്ഥം പേടിപ്പിച്ചുകൊണ്ട്. ധൃതിഹാരി, ധൈര്യത്തെ ഇല്ലാതാക്കുക, പേടിപ്പിക്കുക. രണ്ടാമത്തെ അർത്ഥം ശാക്വരൻ ജഗതി ധൃതിഹാരി എന്നീ അല്പവേദജ്ഞനായിരിക്കുന്ന അസുരൻ, അല്പവേദങ്ങൾ മാത്രം അറിയാവുന്ന അസുരൻ സർവ്വവേദത്തിൻ്റെയും മൂർത്തിയായിട്ടുള്ള അങ്ങയുടെ അടുത്തേക്ക് വന്നു. പരാജയിക്കുക, എല്ലാ വേദങ്ങളുടെയും നിധിയായിട്ടുള്ള ഭഗവാനോട് ഏറ്റുമുട്ടുക. അല്പം ചെപ്പടി വിദ്യ കയ്യിലുണ്ട് എന്നുള്ളതുകൊണ്ട് വിജയിക്കുമോ? കാരണം പങ്ക്തിമാശു പരികൂർണ്യ പശൂനാം. എങ്ങനെയാണ് കാള വന്നത്? എല്ലാ പശുക്കളെയും പേടിപ്പിച്ചോടിച്ചുകൊണ്ട്. പങ്ക്തി കൂട്ടം എന്നർത്ഥം. എല്ലാ പശുക്കളുടെ കൂട്ടത്തെയും ഓടിച്ചു. പങ്ക്തിമാശു പരികൂർണ്യ, അവരൊക്കെ പേടിച്ച് ചാണകട്ട് മൂത്രമൊഴിച്ച് ഓടി ഈ കാളയെ കണ്ടപ്പോൾ. കോട്ടുകൂറ്റൻ കാളയാണ്. അപ്പം എല്ലാ പശുക്കളും പേടിച്ചോടി. പരികൂർണ്യ പശൂനാം ഛന്ദസാം നിധിമവാപഭവന്തം. ശാക്വരോധ ജഗതി ധൃതിഹാരി മൂർത്തിം പ്രദദാന. ജഗതി ധൃതിഹാരി മൂർത്തി എന്നീ അല്പം വേദത്തിൻ്റെ അറിവുള്ളവൻ ആ കാള എങ്ങനെ വന്നു? പശുക്കളെ ഭയപ്പെടുത്തി ഓടിച്ചുകൊണ്ട്, ദൂരത്തിലുള്ള പശുക്കളെ മുഴുവനും ഭയപ്പെടുത്തിക്കൊണ്ട് എല്ലാ വേദങ്ങളുടെയും നിധിയായിട്ടുള്ള അങ്ങയെ തിരക്കി വന്നു. എവിടെയാ കൃഷ്ണൻ, എവിടെയാ കൃഷ്ണൻ? അങ്ങനെ ഈശ്വരനെ അന്വേഷിക്കണമെങ്കിലും വേണ്ട ഒരു ഭാഗ്യം. എവിടെ കൃഷ്ണൻ, എവിടെ കൃഷ്ണൻ എന്ന് അന്വേഷിക്കാറുണ്ടോ നമ്മളൊക്കെ? അപ്പോൾ അവന് മുക്തി കിട്ടുകയാണ്. ഭഗവാന്റെ അടുത്തേക്ക് എങ്ങനെ വന്നാലും മുക്തിയാണ്. കൃഷ്ണനെ
കൊല്ലാനാണ് അന്വേഷിച്ചുകൊണ്ട് അല്ലയോ ഭഗവാനെ അങ്ങയുടെ അടുത്തേക്ക് എത്തി. തുംഗശൃംഗമുഖമാശവിയന്തം സംഗൃഹയ്യരഭസാദഭിയന്തം ഭദ്രരൂപമഭിദൈത്യമഭദ്രം മർദ്ദയന്നമദയസ്തുരലോകം. തുംഗശൃംഗമുഖം ആശു അഭിയന്തം. നല്ല തീക്ഷ്ണങ്ങളായിട്ടുള്ള കൊമ്പുണ്ട്. വയറിലാണ്ട് കുത്തി കീറിയ അവൻ്റെ കുടൽമാല പുറത്ത് ചാടുക, ആ മാതിരി കൊമ്പാ. തുംഗശൃംഗം, ഉയരത്തിൽ കാണുന്നതായിട്ടുള്ള കൊമ്പ് അടുക്കാൻ പറ്റും ഒരാൾക്ക്. ആ മുഖം എല്ലാവർക്കും പ്രദർശിപ്പിച്ചുകൊണ്ട് എന്നോട് കളിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാ എന്ന് വെല്ലുവിളിച്ചു കൊണ്ടുവരുന്ന അവൻ. അഭിയം ഭദ്രരൂപം അഭി, അഭദ്രം ഇവിടെ ഒരു വിരോധാഭാസമാണ് കേട്ടോ. ഭദ്രരൂപം അഭിദൈത്യം അഭദ്രം. ഈ ഭദ്രം എന്നുള്ള വാക്കിന് കാള എന്നൊരർത്ഥമുണ്ട്, മംഗളം എന്നൊരു രൂപമുണ്ട്, അർത്ഥമുണ്ട്. അതിവിടെ രണ്ടും പ്രയോഗിച്ചിരിക്കുക. ഭദ്രരൂപമഭി കാളയുടെ രൂപമാണ്, പക്ഷേ അഭദ്രമാണ് ഇനിയും. ഭദ്രരൂപമായിട്ടുള്ളത് എങ്ങനെയാണ് അഭദ്രമാവുക? അവിടെ രണ്ടാമത്തെ അഭദ്രത്തിൻ്റെ അർത്ഥം അമംഗളം. ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥമുണ്ടല്ലോ, ഭദ്രം ഭവിക്കട്ടെ. പക്ഷെ ഇവിടെ അഭദ്രമാണ്, ദുഷ്ടനാണ്. പൊതുവേ അവനൊരു അമംഗള സ്വരൂപിയാണ്. ആണ് ഈ കംസൻ്റെ പിന്നാലെ നടക്കുന്നതും ഭഗവാനെ കൊല്ലാൻ നടക്കണതൊക്കെ അമംഗള സ്വരൂപിയാണ്. എന്നാലോ ഭദ്രരൂപമാണ് താനും. എന്താ ഭദ്രം? കാളയുടെ രൂപം. ഭദ്രരൂപമഭിദൈത്യം അഭദ്രം. പടരിപ്പാടിന് അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ഭദ്രരൂപമഭിദൈത്യം അഭദ്രം. ഭദ്രരൂപമാണെങ്കിലും അഭദ്രമാണ്. കാളയുടെ രൂപമായിട്ട് മംഗളസ്വരൂപത്തിൽ വന്നു, ശരിയായില്ലേ? കാളയുടെ രൂപം എടുത്ത് മംഗളസ്വരൂപിയായിട്ട് വന്നു. ഭദ്രരൂപമഭിദൈത്യം അഭദ്രം. അഭദ്രം ദൈത്യം, അമംഗളസ്വരൂപിയായിട്ടുള്ള ദുഷ്ടൻ. മർദ്ദയൻ അമദയസുരലോകം, ദേവന്മാരെ മുഴുവനും ഭയമില്ലാത്തവനും ഭദ്രരൂപിയാണെങ്കിലും അഭദ്രനുമായ ആ ദൈത്യനെ ഭഗവാൻ എന്ത് ചെയ്തു? 2 കൊമ്പും കൊണ്ട് പിടിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, കൊമ്പ് പിടിച്ചിട്ട് അവരെ തോൽപ്പിക്കാൻ പറ്റൂ. അഭിയന്തം, ശങ്ക കൂടാതെ ഭഗവാൻ 2 കൊമ്പിലും അങ്ങോട്ട് പിടിച്ചു. അതോടെ അവന് കീഴടങ്ങേണ്ടി വന്നു. കൊമ്പ് പിടിച്ചാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ. തുംഗശൃംഗമുഖം ആശ്വഭിയന്തം, പിടിച്ചുകൊണ്ട്. സംഗൃഹയ്യരവസാദഭിയന്തം. ഭദ്രരൂപമഭിദൈത്യമഭദ്രം മർദ്ദയൻ. അവനെ 2 കൊമ്പും പിടിച്ചിട്ട് അങ്ങോട്ട് കുലുക്കി ഉപദ്രവിച്ചു ഭഗവാൻ. ദേവലോകം സന്തോഷിച്ചു. അവൻ്റെ കഥ കഴിയാൻ പോവുകയാണ്. അവർക്ക് മനസ്സിലായി, ഭഗവാൻ പിടിച്ചാൽ പിന്നെ കഴിഞ്ഞു കഥ. സുരലോകം, ദേവന്മാരോ സന്തോഷിച്ചു. നന്നായി, ഒരുത്തൻ്റെ കഥയും കൂടി കഴിയാൻ പോവുകയാണ്. ആ ഉയർന്ന കൊമ്പ് അങ്ങനെ പിടിച്ച് ദേവലോകത്തെ ഭഗവാൻ സന്തോഷിപ്പിച്ചു. തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗൃഹയ്യരവസാദഭിയന്തം ഭദ്രരൂപമഭിദൈത്യമഭദ്രം മർദ്ദയൻ നമദയസ്തുരലോകം. ചിത്രമദ്യ ഭഗവൻ വിഷഘാതാത് സുസ്ഥിരാജന് വൃഷസ്ഥിരിരുർവ്യാം വർത്തതേ ച വൃഷചേതസി ഭൂയാൻ മോദയിത്യവിനുദോസി സുരേത്വം. ഇവിടെ വീണ്ടും നാനാർത്ഥട്ട് കളിച്ചിരിക്കുന്നു കവി. ഹേ ഭഗവൻ, അദ്യ വൃഷഘാതാത്. വൃഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാള. ആ കാളയെ ഭഗവാൻ കൊന്നു. കൊമ്പ് പിടിച്ചിട്ട് കുലുക്കി പിന്നാക്കവും 2 വലി. അതോടെ അവൻ മറിഞ്ഞു വീണ് മരിച്ചു എന്നാണ്. കൊമ്പ് പിടിച്ചിട്ട് മുമ്പിലേക്ക് 4, പിന്നിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി ഒറ്റ ഏറാണ്ട് എറിഞ്ഞു. അതുകൂടി അവൻ്റെ കഥയും കഴിഞ്ഞു. അല്ലയോ ഭഗവാൻ, വൃഷത്തെ കൊന്നതുകൊണ്ട്, വൃഷം എന്ന് പറഞ്ഞാൽ കാള, കാളയെ കൊന്നതുകൊണ്ട് എന്തുണ്ടായി? വൃഷസ്ഥിതി സുസ്ഥിരാഹ അജനി. ദുഷ്ടക്കാളയെ കൊന്നതുകൊണ്ട് ധർമ്മം നിലനിന്നു. ദുഷ്ടൻ മരിച്ചാൽ ധർമ്മം നിലനിൽക്കുകയാണല്ലോ. സജ്ജനങ്ങളെ രക്ഷിക്കുക, ദുഷ്ടന്മാരെ നശിപ്പിക്കുക, അങ്ങനെയാണ് ധർമ്മം നിലനിർത്തുക. പരിത്രാണായ സാധുന വിനാശായ ദുഷ്കൃത. സാധുക്കളെ രക്ഷിക്കുക, ദുഷ്ടന്മാരെ ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ ഇവിടെ വൃഷം ധർമ്മം,
രണ്ടാമത്തെ അർത്ഥമാണ് വൃഷത്തിൻ്റെ ധർമ്മം. ആദ്യത്തെ അർത്ഥം കാള. കാളയെ കൊന്ന് വൃഷം നിലനിർത്തി. വൃഷത്തിനെ കൊന്ന വൃഷം നിലനിൽക്കുമോ? രണ്ടും വൃഷത്തിൻ്റെ അർത്ഥം രണ്ടാണ്. വൃഷഭാസുരനെ കൊന്നിട്ട് ധർമ്മം നിലനിർത്തി. അപ്പോൾ ശരിയായി. അപ്പോൾ വൃഷത്തിനെ കൊന്നു, വൃഷം നിലനിർത്തി. സുസ്ഥിര അജനി. വൃഷത്തെ കൊന്നു, വൃഷത്തിൻ്റെ ധർമ്മം നിലനിർത്തി. വൃഷം നിലനിർത്തി. വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മം. ഇനി രണ്ട് കാര്യം കൂടി പറയുന്നുണ്ട്. വൃഷചേതസി ഭൂയാൻ വർദ്ധതേച്ച. വൃഷത്തിൻ്റെ മനസ്സിൽ സന്തോഷം സൃഷ്ടിച്ചു. വൃഷത്തിനെ കൊന്നാൽ എങ്ങനെ വൃഷത്തിന് മനസ്സുണ്ടാവുക? വൃഷം തന്നെ ഉണ്ടാവില്ലല്ലോ. ആ വൃഷത്തിൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. വൃഷത്തിനെ കൊന്നിട്ട് എങ്ങനെയാണ് വൃഷത്തിന് സന്തോഷം ഉണ്ടാക്കുക? അവിടെ വൃഷത്തിൻ്റെ അർത്ഥം ഇന്ദ്രൻ എന്നാണ്. ആ വാക്കുകളുടെ സ്വാരസ്യം മനസ്സിലാക്കേണ്ടതാണ്. വൃഷത്തെ കൊന്നു, വൃഷത്തെ നിലനിർത്തി, വൃഷത്തിൻ്റെ ചേതസ്സിൽ സന്തോഷമുണ്ടാക്കി. ഇന്ദ്രന് സന്തോഷമായി. ദുഷ്ടന്മാർ കൊല്ലപ്പെട്ട ഇന്ദ്രൻ എപ്പോഴും ഭഗവാനെ സ്തുതിക്കും, നന്നായി ഭഗവാനെ എന്ന് പറഞ്ഞിട്ട്. ഇനി ആരുടെ ചേതസ്സിലാണ് സന്തോഷം ഉണ്ടായത്? ഇന്ദ്രൻ്റെ മനസ്സിൽ മാത്രമാണോ? അല്ല, ഒരാളും കൂടിയുണ്ട്. വൃഷചേതസി, ധർമ്മിഷ്ഠന്മാരുടെ മനസ്സിൽ സന്തോഷമുണ്ടായി. എല്ലാവരും നന്നായി 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 സന്തോഷമായി. ഒരു ദുഷ്ടൻ്റെ ആപത്തും കൂടി ലോകത്തിൽ ഇല്ലാണ്ടായല്ലോ എന്ന് പറഞ്ഞ് ധർമ്മിഷ്ഠന്മാരുടെ മനസ്സിലും സന്തോഷമുണ്ടായി. അപ്പോൾ ഇന്ദ്രൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായി, ധർമ്മിഷ്ഠന്മാരുടെ മനസ്സിൽ സന്തോഷമുണ്ടായി. രണ്ടാൾക്കാരുടെ മനസ്സിലാണ് സന്തോഷം ഉണ്ടായത്. വർദ്ധതേച്ച വൃഷചേതസി ഭൂയാൻ മോദ. മോദ അത് പറഞ്ഞാൽ സന്തോഷം. ആർക്കുണ്ടായി? വൃഷചേതസി, ധർമ്മിഷ്ഠന്മാരുടെ മനസ്സിൽ, ഇന്ദ്രൻ്റെ മനസ്സിൽ എന്നും. ഇപ്പോൾ വൃഷം എന്നതിൻ്റെ 4 അർത്ഥമാണ് ഈ ശ്ലോകത്തിൽ പ്രയോഗിച്ചത്. ആ പാണ്ഡിത്യത്തിൻ്റെ ഒരു ഊക്ക് നോക്കും. വൃഷത്തെ കൊന്നു, വൃഷത്തെ നിലനിർത്തി. ഒന്നിനെ കൊന്നാൽ ഒന്ന് നിലനിൽക്കുമോ ശരിക്ക്? അപ്പോൾ ധർമ്മത്തെ നിലനിർത്തി എന്നാണ്. വൃഷത്തെ കൊന്നു, വൃഷത്തെ നിലനിർത്തി. വൃഷത്തിൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായി, ധർമ്മിഷ്ഠന്മാരുടെ മനസ്സിലും സന്തോഷമുണ്ടായി. നല്ലൊരു ശ്ലോകമാണ്. ഭട്ടതിരിപ്പാടിൻ്റെ ആ ഒരു വാക്കിൻ്റെ അർത്ഥപ്രയോഗത്തിൽ കളിച്ചിട്ടുള്ളൊരു ശ്ലോകം. ചിത്രമധ്യ ഭഗവൻ വൃഷഘാതാത്. വൃഷത്തെ കൊന്നു, വൃഷഘാതാത്. സ്വസ്തിരാജന് വൃഷസ്ഥിതിരുർവ്യാം. വൃഷസ്ഥിതി ഉർവി, ഭൂമിയിൽ നിലനിർത്തി. വൃഷത്തെ കൊന്നിട്ട് വൃഷത്തെ നിലനിർത്തുകയാണെങ്കിൽ രസം. വർദ്ധതേച്ച വൃഷചേതസി ഭൂതാൻ മോദ. വൃഷത്തിൻ്റെ ചേതസ്സിൽ സന്തോഷം ഉണ്ടാക്കി. ഇന്ദ്രൻ്റെ മനസ്സിലേന്നും ആവാം, ധർമ്മിഷ്ഠന്മാരുടെ മനസ്സിലേന്നും ആവാം. ഇത്യഭിനുതോസി സുരൈസ്ത്വം. പ്രകാരം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടു. അത് സ്തുതിക്കപ്പെട്ടതായിട്ട് ഭാഗവത്തിൽ പറയണമെന്നില്ല കേട്ടോ. അദ്ദേഹം എഴുതിയതാണ് എഴുതിയത്. ഇപ്പോൾ അദ്ദേഹം ദേവന്മാർ സ്തുതിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാൻ പറ്റും എന്നാണ് ഉത്തരം. നമ്മളവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സ്തുതിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ല എന്നേ പറയാൻ പറ്റൂ. മഹാന്മാരുടെ വാക്കുകൾ ഇല്ല എന്നൊന്നും പറഞ്ഞുകൂടാ. അങ്ങനെയുള്ളൂ അദ്ദേഹം എഴുതിയത്. ഉണ്ടാവാം. ചിത്രമധ്യ ഭഗവൻ വൃഷഘാത സുസ്ഥിരാജനി വൃഷസ്ഥിതി ചുർവ്യാം. വിഷത്തെ കൊന്ന് വിഷം നിലനിർത്തി. വർദ്ധതേച്ച വൃഷചേതസി ഭൂയാൻ. വിഷത്തിൻ്റെ ചേതസ് സന്തോഷമുണ്ടായി. ഇന്ദ്രൻ്റെ മനസ്സിലെന്നും ആവാം, ധർമ്മിഷ്ഠന്മാരുടെ മനസ്സിൽ എന്നും ആവാം. ഇപ്രകാരം ദേവന്മാർ അങ്ങയെ ഈ സമയത്ത് സ്തുതിച്ചു. ഔക്ഷകാണി പരിധാവതദൂരം വീക്ഷ്യതാമയി അയം മിഹോക്ഷവിഭേദി ഇത്തമാത്തകതിതേതകഗോപേർ ഏഹഗത്തമവപാത പുരേശ. ഹേ ഔക്ഷകാണി, കാളകളെ നിങ്ങൾ ഓടിക്കൊള്ളിൻ എന്ന് ഗോപന്മാർ കളിയാക്കി പറഞ്ഞു. കാളകളെ കൊല്ലണ കൃഷ്ണൻ നിങ്ങളെയും ചിലപ്പോൾ തട്ടിക്കളയാം. തമാശയാണ് കേട്ടോ. അതുകൊണ്ട് ഓടിക്കോളൂ, എല്ലാവരും കാളകളൊക്കെ ഓടിക്കോളൂ
കാളഘാതകൻ ഇവിടെ ഉണ്ട്. ആരാധ കൃഷ്ണൻ. കാളയെ കൊന്ന കൃഷ്ണൻ ഇതാ വരുന്നു, എല്ലാവരും ഓടിക്കോളിൽ നിന്ന് തമാശയായിട്ട് എല്ലാവരും പറഞ്ഞു. ഔക്ഷകാണി, ഏ കാളകളെ ദൂരം പരിതാവത, ദൂരെ ഓടിക്കോളൂ, കൃഷ്ണൻ്റെ അവിടെ നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളെയും ശരിയാക്കും എന്ന് പറഞ്ഞ് അവരെയൊക്കെ ദൂരെ പോവാൻ പ്രേരിപ്പിച്ചു. കളിയായിട്ട്. ഉക്ഷവിഭേദീ വീക്ഷ്യതാം, ഇതാ കണ്ടോ കാളയെ കൊല്ലുന്നവനെ കാണുൻ, കാളയെ കൊല്ലുന്നവനെ കണ്ടോളിൻ എല്ലാവരും. ഉക്ഷവിഭേദി എന്ന് പറഞ്ഞാൽ കാളയെ കൊല്ലുന്നവൻ. ഉക്ഷവിഭേദി ഇവിടെ ഉണ്ട്. കാളയെ കൊല്ലുന്നവനായിട്ടുള്ള കൃഷ്ണനുള്ളത് കൊണ്ട് നിങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടോളൂ, ഓടിക്കോളൂ, ഓടിക്കോളൂ. ഇത്തം ആത്തകസിത, ഈ പ്രകാരം തമാശയായി. ഗോപൈ സഹ ഗോഹഗത്വം, ഗോപന്മാരോടുകൂടി അല്ലയോ മാധവപുരേശ അങ്ങ് ശോഭിച്ചു, വീട്ടിലേക്ക് മടങ്ങി എന്നർത്ഥം. ഗോപൈ സഹ, ഗോപന്മാരോടുകൂടി, ഗേഹഗത്വം, ഗേഹകൻ വീട്ടിലെത്തിയവൻ എന്നർത്ഥം. വീട്ടിലെത്തിയവനായിട്ടുള്ള കൃഷ്ണ എന്നെ കൂടി രക്ഷിക്കണമേ. കാളയെ കൊല്ലണ കൃഷ്ണൻ വരണു, എല്ലാവരും ഓടിക്കോളിൻ എന്ന് കൃഷ്ണനെ കളിയാക്കി പറഞ്ഞുകൊണ്ട്, കാളകളോടൊക്കെ ദൂരെ ഓടാൻ പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലെത്തുകയും ചെയ്തു. ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഹോ വീക്ഷ്യതാമയം ഇഹോ അക്ഷവിഭേദി. അക്ഷവിഭേദി ഉക്ഷവിഭേദിയാണ്. ഉക്ഷവിഭേദി കാളയെ കൊല്ലുന്നവൻ. ഇത്തം ആത്തകസിതൈ സക ഗോപൈ, തമാശ പറയപ്പെട്ട് അങ്ങ് വീട്ടിലെത്തും ചെയ്തു. ഗേഹക ത്വമവ വാതപുരേശ, ഗേഹകനായിട്ടുള്ള ഗുരുവായൂരപ്പ വാതപുരേശ എന്നെ അവ രക്ഷിച്ചാലും. ശുഭദിനാശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.